ആൾക്കാര് ഞങ്ങൾ പറഞ്ഞു മനസ്സിലായപ്പോ മുല്ലപ്പള്ളിനെ കൊണ്ട് തറക്കല്ലിടിച്ചതാണ്. മുല്ലപ്പള്ളിന്റെ ചോദ്യത്തിന് അവസാനം വരെ മറുപടി പറയാൻ കഴിയാതെ നിന്നുപോയത് ഈ യാഥാർത്ഥ്യം അറിയുന്നത് കൊണ്ടാണെങ്കിൽ, പ്രിയമുള്ള സഹോദരന്മാരെ, ഇനി നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. ഇവർ തറക്കല്ലിട്ടു, അങ്ങനെ പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് ഇവർ തിരിച്ചു പിടിക്കല്ലേ ദീനുൽ ഇസ്ലാമിനെ? നഷ്ടപ്പെട്ടു പോയ ജുമ ശരിയാക്കി, ഇല്ലാത്ത വിദ്യാഭ്യാസം ഉണ്ടാക്കി, ഇനി പെണ്ണുങ്ങളെ നന്നാക്കാൻ തറക്കല്ലിട്ടിരിക്കുകയാണ്. തറക്കല്ലിട്ടാൽ കുറ്റ്യാടിയിൽ നടക്കുന്നതെന്താ? കുറ്റ്യാടിയിലെ പെണ്ണുങ്ങൾ ആലോചിച്ചോ, നിങ്ങളെ ഈ പള്ളി, സ്കൂളിലേക്ക്, കോളേജിലേക്ക് കൊണ്ടുവന്ന് ചേർത്താല് മുമ്പ് കറാഹത്താന്ന് പറഞ്ഞിരുന്നെങ്കിലും കറാഹത്ത് ചെയ്യാൻ വേണ്ടി തറക്കല്ലിട്ടു, കറാഹത്തിന് വേണ്ടി സ്ഥാപനം പണിതു, കറാഹത്തിന് വേണ്ടി സ്ഥാപനം തുടങ്ങി. ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സഹോദരന്മാരെ? ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ച മഹാന്മാരാണ് ഞങ്ങളുടെ മഹാന്മാരെന്ന് പറയുമ്പോ, നാളെ പേരോടിനെ പറ്റി ഇവിടുത്തെ ആൾക്കാരെന്താ പറയാ? കറാഹത്തിന് വേണ്ടി സ്ഥാപനം തുടങ്ങിയ ആളാണെന്നാണോ? പോകട്ടെ, അങ്ങനൊരു സ്ത്രീ വിദ്യാഭ്യാസ കോളേജ് ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവര് ചെയ്യുന്നത് എന്തായിരിക്കും? പഴമയെ തിരിച്ചു വിളിക്കണ്ടേ? പഴയ മൂല്യങ്ങളൊക്കെ തിരിച്ചു വിളിക്കണ്ടേ? സെൻസിംഗ് മാസിക പറയുന്നു മൂല്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കണമെന്ന്. അപ്പൊ വനിതാ കോളേജ് ഉണ്ടാക്കിയാൽ ഇവരാദ്യം ചെയ്തതെന്താ? പഴമയോടും പാരമ്പര്യത്തോടും സമൂഹത്തിന് പ്രതിപത്തി ഏറി വരുന്ന കാലമാണിത്. പുതുമയുടെ പുത്തൻ അറിവുകൾക്കൊപ്പമോ ഒരുപക്ഷെ കലർപ്പില്ലാത്ത തന്നെയോ പഴമയോട് ആധിപത്യം പുലർത്താൻ ഇന്ന് സമൂഹത്തിന് മടിയില്ല. എന്നാൽ നമുക്ക് മുസ്ലിം സമുദായത്തിന് സ്വന്തം പാരമ്പര്യത്തോട് വിപ്രതിപത്തിയാണ്. എന്തേ ഇങ്ങനെയായി? പണ്ടൊക്കെ വീടുകളിൽ നിന്ന് മൊഹീദ്ദീൻ മാലയും നഫീസത്ത് മാലയും ചൊല്ലുന്നത് കേൾക്കാമായിരുന്നു. അപ്പൊ സ്ഥാപനം തുടങ്ങിയാൽ പഴമ തിരിച്ചു വിളിക്കാനാ ശ്രമിക്കുക. അങ്ങനെ മൊയ്തീമാലന്റെ ക്ലാസ് ഉണ്ടാകും, നഫീസത്ത് മാലന്റെ ക്ലാസ് ഉണ്ടാകും. എന്നിട്ട് എന്താ അതുകൊണ്ടുള്ള ഉപകാരം എന്നറിയോ? കേട്ടോളൂ, ഇവർ എഴുതി വെക്കുകയാണ്: ആധുനിക വൈദ്യശാസ്ത്രം എത്രയും വളർന്നോട്ടെ, കീറിയും മുറിച്ചും തറിച്ചും ആരോഗ്യമുണ്ടാക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റികളും വരട്ടെ. നഫീസത്ത് മാല ചൊല്ലി സുഖപ്രസവമുണ്ടാകുമെങ്കിൽ അതെന്തിനു പഴഞ്ചനാക്കണം? പഴമയെ തിരിച്ചു കൊണ്ടുവരാൻ തറക്കല്ലിട്ടിരിക്കുകയാണ്. ഇനി നഫീസത്ത് മാല പാടി പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ കുറ്റ്യാടിയിൽ പ്രതീക്ഷിച്ചോ? ആശുപത്രിയിൽ പോകുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവില്ല. നിങ്ങളെ ജുമ വലിച്ചെറിഞ്ഞു, നിങ്ങളെ ആശുപത്രി വലിച്ചെറിയാൻ പോവാണ്. നഫീസത്ത് മാല പാടി പ്രസവിക്കാൻ പോകുന്ന പെണ്ണുങ്ങൾ വരാൻ പോവാണ്. പഴമയെ തിരിച്ചു വിളിക്കാൻ പോവാണ്. അത് പഴഞ്ചനാണെന്ന് പറഞ്ഞ് തള്ളാൻ ഞങ്ങൾ തയ്യാറല്ലെന്നാണ്. കുതുബിയത്ത് ചൊല്ലി പകർച്ചവ്യാധി തടയാനാകുമെങ്കിൽ അതെന്തിനു വേണ്ടെന്ന് വെക്കണം? ഇൻഫ്ലുവൻസ് ഇല്ലേ, H1 ഇല്ലേ, പകർച്ചപ്പനിയില്ലേ,